ഏവർക്കും പേർഷ്യൻ ഇറാൻ ചരിത്രത്തിലേക്ക് സ്വാഗതം. ദാരിയൂഷിന്റെ കൈകളാൽ പേർഷ്യൻ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. നോക്കൂ, ഇന്നത്തെ കഥയിൽ കുറച്ച് ചോരയും കണ്ണീരുമൊക്കെയുണ്ട്. എന്നാൽ കരുത്തിന്റെ പുതിയൊരു പാഠം നമുക്കിതിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ദാരിയൂഷിന്റെ കൈകളാൽ പേർഷ്യൻ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വളരുന്നത്. എന്നാൽ അന്ന് ലോകചക്രവാളത്തിൽ ഒരു ചെറിയ മേഘം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പടിഞ്ഞാറിൽ നിന്നും ഗ്രീസ് ഉയർച്ചയായിരുന്നു അത്. ആ സാമ്രാജ്യത്തിന്റെ അവിടെയുള്ള ചെറിയ നഗരരാഷ്ട്രങ്ങൾ ദാരിയൂഷിന്റെ മകൻ സെർക്സസിനെ തോൽപ്പിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്നുമല്ല യഥാർത്ഥ ഭീതികൾ ഉയർന്നു വന്നത്. വടക്കൻ ഗ്രീസിൽ മാസിഡോണിയ എന്നൊരു ചെറിയ രാജ്യമുണ്ട്. അവിടെ ഒരു യുവാവ് വളർന്നു വരുന്നുണ്ടായിരുന്നു. വെറും 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ. പേര് അലക്സാണ്ടർ. ഇവൻ വെറുമൊരു ചെറുപ്പക്കാരനല്ലായിരുന്നു, മഹാനായ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്നു. ബുദ്ധിയും ധൈര്യവും ഒത്തുചേർന്ന ഒരു കൊടുങ്കാറ്റ്. BC 334 അയാൾ ഏഷ്യയിലേക്ക് കടന്നു. ഗ്രാനിക്കസ്, ഇസ്സസ്, പിന്നെ ഗൗഗമേല, അങ്ങനെ 3 വലിയ യുദ്ധങ്ങൾ. ഓരോന്നിലും പേർഷ്യൻ സൈന്യം ദയനീയമായി തോറ്റു. സാക്ഷാൽ പേർഷ്യൻ ചക്രവർത്തി ദാരിയൂഷ് മൂന്നാമൻ ഒടുവിൽ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. പക്ഷേ സ്വന്തം ആളുകളാൽ തന്നെ അദ്ദേഹം വധിക്കപ്പെട്ടു. ലോകം നടുങ്ങിപ്പോയ നിമിഷം. ഒരു യുവാവ് വന്ന് ഒരു മഹാസാമ്രാജ്യത്തിന്റെ തല വെട്ടിയെറിഞ്ഞിരിക്കുന്നു. അലക്സാണ്ടർ പിന്നെ ഈജിപ്ത് പിടിച്ചു, ബാബിലോണിലേക്ക് കയറി സൂസ കൈവശപ്പെടുത്തി. പിന്നീട് അയാൾ നീങ്ങിയത് പേർഷ്യയുടെ ഹൃദയത്തിലേക്കായിരുന്നു, പെർസെപ്പൊലിസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ മഹാസൗധം, ലോകത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായിരുന്ന ആ കൊട്ടാരക്കൂട്ടങ്ങൾ. BC 330 അലക്സാണ്ടറുടെ സൈന്യം ആ കവാടങ്ങൾ തകർത്തു. 6 മാസത്തോളം അവർ അവിടെ തങ്ങി കൊള്ളയടിച്ചു. പിന്നെ ഒരു രാത്രി ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ചിലർ പറയുന്നു വീഞ്ഞുലഹരിയിൽ പറ്റിയതാണെന്ന്, ചിലർ പറയുന്നു മനഃപൂർവ്വമുള്ള പകപോക്കലാണെന്ന്. എന്തായാലും ആ മഹാസൗധത്തിന് തീയിടപ്പെട്ടു. ചരിത്രം ഒരിക്കലും മറക്കാത്ത ദുരന്തം. വെറും ഒറ്റ രാത്രി കൊണ്ട് നൂറ്റാണ്ടുകളുടെ കലയും സംസ്കാരവും വെറും ചാരമായി മാറി. അലക്സാണ്ടർ പിന്നീട് ഇന്ത്യ വരെ പോയി. പക്ഷേ അപ്പോഴേക്കും അയാളുടെ സൈന്യം മടുത്തിരുന്നു. 32-ാം വയസ്സിൽ ബാബിലോണിൽ വെച്ച് പനി ബാധിച്ച് അയാൾ മരിച്ചു. ലോകം മുഴുവൻ ജയിക്കാനിറങ്ങിയവൻ ഒടുവിൽ ഒരു ചെറിയ കിടക്കയിൽ മണ്ണടിഞ്ഞു. അലക്സാണ്ടറുടെ മരണശേഷം ആ സാമ്രാജ്യം കഷ്ണങ്ങളായി ചിതറി. അയാളുടെ സേനാനായകർ അധികാരത്തിനായി തമ്മിലടിച്ചു. അങ്ങനെ പേർഷ്യൻ മണ്ണിൽ ഒരു പുതിയ ഗ്രീക്ക് സാമ്രാജ്യം വന്നു, സെല്യൂക്കിഡ് സാമ്രാജ്യം. ഗ്രീക്ക് ഭാഷയും ദൈവങ്ങളും വാസ്തുവിദ്യയും അവിടങ്ങളിൽ വ്യാപിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പേർഷ്യൻ മണ്ണിന് ഒരു മാന്ത്രികതയുണ്ട്. ഇവിടെ വരുന്ന വിജയികളെ ഈ മണ്ണ് പതുക്കെ ദഹിപ്പിച്ചു കളയും. ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിൽ വിവാഹബന്ധങ്ങളുണ്ടായി, സംസ്കാരങ്ങൾ കൂടിക്കലർന്നു. എങ്കിലും പേർഷ്യൻ ആത്മാവ് മരിച്ചിരുന്നില്ല. ആ വരണ്ട മണ്ണിനടിയിൽ ഒരു വിത്തുപോലെ കാത്തിരുന്നു. ആ സമയം തന്നെ ഇറാനിയൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ ചെരിവുകളിൽ ഒരു പുതിയ ശക്തി വളർന്നുവരുന്നുണ്ടായിരുന്നു, പഹ്ലവർ അഥവാ പാർത്തിയർ. പണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കുതിരസവാരിയിൽ അതിസമർത്ഥരായ ഒരു ജനത. BC 247 അവർ ഗ്രീക്കുകാരെ വെല്ലുവിളിച്ചു തുടങ്ങി. പാർത്തിയൻ നേതാവായ അർസസസിന്റെ കീഴിൽ അവരൊരു ചെറിയ രാജ്യം സ്ഥാപിതമായി. ആദ്യം ആരും അവരെ ഗൗനിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ കയ്യിൽ ഒരു രഹസ്യായുധമുണ്ടായിരുന്നു, ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധതന്ത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു റോമൻ പടയാളിയാണ്. കനത്ത കവചവും വലിയ പരിചയും വാളുമേന്തി നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ മുന്നിലൂടെ കുതിരപ്പടകൾ പായുന്നു. നിങ്ങളവരെ പിന്തുടരുമ്പോൾ അവർ പേടിച്ചു ഓടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ പെട്ടെന്ന് കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ടുതന്നെ അവർ പിന്നിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ നേർക്ക് അമ്പു പായിക്കും. ഉന്നം തെറ്റാത്ത മാരകമായ ഷോട്ടുകൾ. ഇതാണ് ചരിത്രപ്രസിദ്ധമായ പാർത്തിയൻ ഷോട്ട്. പിൻവാങ്ങുമ്പോൾ പോലും
ശത്രുവിനെ വീഴ്ത്തുന്ന ഈ വിദ്യ ഒരു നൃത്തം പോലെ മനോഹരവും എന്നാൽ മാരകവുമായിരുന്നു. BC 53 കർഹേ യുദ്ധം. റോമിലെ ഏറ്റവും വലിയ പണക്കാരനായ ക്രോസസ് പേർഷ്യൻ സമ്പത്ത് കൊള്ളയടിക്കാനായി 40,000 പടയാളികളുമായി വന്നു. പക്ഷേ പാർത്തിയൻ സേനാനായകൻ സുറേന വെറും 10,000 കുതിരക്കാരുമായി അവരെ നേരിട്ടു. റോമൻ സൈന്യം മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നുപോയി. ക്രോസസ് കൊല്ലപ്പെട്ടു. പാർത്തിയക്കാർ അയാളുടെ തലയിലുരുകിയ സ്വർണം ഒഴിച്ചു എന്നാണ് കഥ. സമ്പത്തിനോടുള്ള അയാളുടെ ആർത്തിക്കുള്ള ശിക്ഷയായിരുന്നു അത്. അതോടെ റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പേടിസ്വപ്നമായി പാർത്തിയക്കാർ മാറി. എങ്കിലും പാർത്തിയർ വെറും യുദ്ധവീരന്മാർ മാത്രമായിരുന്നില്ല. അവരുടെ രാജാക്കന്മാർ ഗ്രീക്ക് സംസ്കാരത്തെയും സ്നേഹിച്ചിരുന്നു. അവർ അവരുടെ പുരാതന പേർഷ്യൻ പാരമ്പര്യവും മുറുകെ പിടിച്ചിരുന്നു. രാജാക്കന്മാരുടെ രാജാവ് എന്ന പദവി അവർ വീണ്ടെടുത്തു. സൊറോസ്ട്രിയൻ മതവിശ്വാസവും പേർഷ്യൻ വസ്ത്രരീതികളും അവർ തിരികെ കൊണ്ടുവന്നു. ഏകദേശം 500 വർഷത്തോളം പാർത്തിയർ കിഴക്കിന്റെ കാവൽക്കാരായി നിന്നു. റോമൻ സാമ്രാജ്യത്തിന് ഒരിക്കലും ആ കുതിരപ്പടയെ തോൽപ്പിക്കാനായില്ല. പക്ഷേ കാലക്രമേണ ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളും കാരണം പാർത്തിയൻ അധികാരവും ക്ഷയിക്കാൻ തുടങ്ങി. ഈ നാടിന്റെ വിധി വീണ്ടും മാറിമറിയാൻ പോവുകയായിരുന്നു. പാർസ് പ്രവിശ്യയിൽ മറ്റൊരു യുവനേതാവ് ജനിച്ചുകഴിഞ്ഞു, അർദാഷർ. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ അയാൾ പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഈ നാടിന്റെ വിധി വീണ്ടും മാറിമറിയാൻ പോവുകയായിരുന്നു. പാർസ് പ്രവിശ്യയിൽ മറ്റൊരു യുവനേതാവ് ജനിച്ചുകഴിഞ്ഞു, അർദാഷർ. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ അയാൾ പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു, സസാനിയൻ സാമ്രാജ്യം. പേർഷ്യയുടെ 2ാം സുവർണകാലം അവിടെ തുടങ്ങുകയാണ്.